പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ദൈവത്തിൽ വിശ്വസിച്ച് ദൈവത്തിൽ ആശ്രയിക്കുമ്പോഴാണ് നാം അനുഗ്രഹിക്കപ്പെടുന്നത്. യെശയ്യാ 40:31 തിരുവചനം പറയുന്നു, ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഉയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. ജെറമ്യാ 17:7-8 തിരുവചനങ്ങളിലൂടെ കർത്താവ് അരുളി ചെയ്യുന്നു, കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ. അവൻ്റെ പ്രത്യാശ അവിടുന്ന് തന്നെ. അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ്. അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു. അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല. അതിൻ്റെ ഇലകൾ എന്നും പച്ചയായിരിക്കും. വരൾച്ചയുടെ കാലത്തും അതിന് ഉത്കണ്ഠയില്ല. അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കും. സങ്കീർത്തനം 27:1 സങ്കീർത്തകൻ പറയുന്നു, കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ്, ഞാൻ ആരെ ഭയപ്പെടണം. കർത്താവ് എൻ്റെ ജീവിതത്തിന് കോട്ടയാണ്, ഞാൻ ആരെ പേടിക്കണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള തകർച്ചകളും വീഴ്ചകളും ഉണ്ടാകാം. എന്നാൽ നാം ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ നാം ശക്തി പ്രാപിക്കും. കർത്താവിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ താഴ്മയോടെ നിൽക്കുമ്പോൾ കർത്താവ് നമ്മളെ ഉയർത്തിക്കൊള്ളും. നമുക്ക് ദൈവത്തിൽ വിശ്വാസം ഉണ്ടാകുമ്പോഴാണ് ദൈവത്തിൽ ആശ്രയിക്കാനുള്ള ഒരു തോന്നൽ അല്ലെങ്കിൽ അതിനുള്ളൊരു ശക്തി നമുക്ക് ലഭിക്കുന്നത്. ദൈവത്തിൻ്റെ ദാനമാണ് വിശ്വാസം. യേശു പറഞ്ഞിട്ടുണ്ട്, വിശ്വസിച്ചാൽ ദൈവമഹത്വം ദർശിക്കാൻ കഴിയും എന്ന്. എന്താണ് വിശ്വാസം? എബ്രായർ 11:1 വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്നുള്ള ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്. അപ്പോൾ പ്രത്യാശിക്കുന്നവ, ദൈവത്തിൽ നിന്ന് നമുക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കും എന്നുള്ള നമ്മുടെ പ്രത്യാശ, ആ പ്രത്യാശയിൽ നമുക്ക് ഉറപ്പുണ്ടാകണം. അതുപോലെ കാണപ്പെടാത്ത ദൈവമുണ്ട് എന്നുള്ളൊരു ബോധ്യവും നമുക്ക് ഉണ്ടാകണം. എങ്ങനെയാണ് നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുവാൻ നമുക്ക് കഴിയുന്നത്? റോമാ 10:17 വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു, വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ് എന്ന്. എബ്രായർ 11:6 തിരുവചനം പറയുന്നു, നമുക്ക് വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കണം. ദൈവത്തിലേക്കുള്ള നമ്മുടെ വിശ്വാസത്തെ നശിപ്പിക്കുന്നത് സാത്താനാണ്. 1 പത്രോസ് 5:8 തിരുവചനം പറയുന്നു, നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. അപ്പോൾ സാത്താൻ വിതയ്ക്കുന്ന വിഷവിത്തുകളാണ് അവിശ്വാസവും സ്വാർത്ഥതയും അഹങ്കാരവും അസൂയയും വിദ്വേഷവും വെറുപ്പും നുണയും എല്ലാം. അവനൊരുക്കുന്ന കെണിയിൽ നാം വീണു പോകരുത്. അവയെല്ലാം നമ്മെ അശുദ്ധരാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അതിനാൽ നാം ജാഗരൂകരായിരിക്കണം. എഫേസ്യസ് 4:27 വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു, സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത് എന്ന്. സാത്താനെ നാം എങ്ങനെയാണ് എതിർത്ത് നിൽക്കേണ്ടത്? സാത്താൻ്റെ കുടില തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ ദൈവത്തിൻ്റെ ആയുധങ്ങളാണ് നാം ധരിക്കേണ്ടത്. സത്യവും നീതിയും വിശ്വാസവും അതുപോലെ സമാധാനവും നാം ഏന്തണം. എല്ലാറ്റിലും ഉപരിയായി ദൈവവചനമാവുന്ന ആത്മാവിൻ്റെ വാൾ എടുത്തു വേണം സാത്താനെ നേരിടുവാനായിട്ട്. എങ്ങനെയാണ് നാം അനുഗ്രഹിക്കപ്പെടുന്നത്? നാം ദൈവത്തിൽ വിശ്വസിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവഹിതം നിറവേറ്റി നാം ജീവിക്കുമ്പോഴാണ് നാം അനുഗ്രഹിക്കപ്പെടുന്നത്. ആദവും ഹവ്വായും ദൈവത്തെ വിശ്വസിക്കാതെ സാത്താനെ വിശ്വസിക്കുകയും സാത്താനെ അനുസരിക്കുകയും ചെയ്തപ്പോൾ പാപവും മരണവും ഭൂമിയിൽ ഉണ്ടായി. നമുക്കെതിരായി സ്വർഗ കവാടം അടയ്ക്കപ്പെടുകയും ചെയ്തു. യേശുനാഥൻ നമ്മുടെ പാപഭാരം മുഴുവൻ ഏറ്റെടുത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ നമുക്കായി ജീവൻ ബലിയർപ്പിച്ചു. നമ്മോടുള്ള ദൈവത്തിൻ്റെ സ്നേഹം അങ്ങനെ പ്രകടമാക്കി. നാം എല്ലാവരും യേശുവിൻ്റെ തിരുരക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. യേശു തൻ്റെ കുരിശു മരണത്തിലൂടെയാണ് സ്വർഗത്തിൻ്റെ കവാടം നമുക്കായി തുറന്നു തന്നത്. നമ്മെ ദൈവമക്കളാക്കി വീണ്ടും ഉയർത്തി.
അത് വിശ്വസിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് നാം ജീവിക്കുമ്പോൾ എത്ര വലിയ പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാലും നാം പ്രത്യാശയോടെ തളരാതെ മുന്നോട്ട് പോകാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കും. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.